നമസ്കാരം. തകർച്ചയുടെ പടുകുഴിയിൽ നിന്നും ഫീനിക്സ് പക്ഷിയെ പോലെ പറന്നുയർന്ന ഇന്ത്യൻ രൂപ. കഴിഞ്ഞ ഒരാഴ്ചയായി രൂപയെ തകർക്കാൻ ശ്രമിച്ച ഊഹക്കച്ചവടക്കാർക്ക് റിസർവ് ബാങ്ക് ശക്തമായ പൂട്ടിട്ടതോടെ കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ ഏറ്റവും വലിയ ഒറ്റയടിക്കുള്ള നേട്ടമാണ് വ്യാഴാഴ്ച വിപണിയിൽ രേഖപ്പെടുത്തിയത്. നേരിട്ടുള്ള ഇടപെടലുകൾ പരാജയപ്പെട്ടിടത്തു നിന്നാണ് RBIയുടെ പുതിയ സർജിക്കൽ സ്ട്രൈക്ക് ഫലം കണ്ടത്. ബുധനാഴ്ച ഡോളറിനെതിരെ 95.21 എന്ന ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് കൂപ്പുകുത്തിയ രൂപ വ്യാഴാഴ്ച വ്യാപാരം പുനരാരംഭിച്ചപ്പോൾ വൻ തിരിച്ചുവരവാണ് നടത്തിയത്. ഒരു ഘട്ടത്തിൽ 92.83 വരെ കരുത്താർജിക്കാൻ രൂപയ്ക്കായി. ഒടുവിൽ മുൻപത്തെ ക്ലോസിംഗിനേക്കാൾ 1.8% നേട്ടവുമായി 93.10 എന്ന നിലയിൽ വ്യാപാരം അവസാനിപ്പിച്ചു. 2013 സെപ്റ്റംബറിന് ശേഷമുള്ള ഏറ്റവും വലിയ ഏകദിന കുതിപ്പാണിത്. രൂപയുടെ മൂല്യം ഇടിയുന്നത് തടയാൻ വെറുതെ ഡോളർ വിറ്റഴിക്കുന്നതിന് പകരം വിപണിയിൽ കൃത്രിമമായി വിലക്കയറ്റം ഉണ്ടാക്കുന്ന ഊഹക്കച്ചവടക്കാരെയാണ് ഇത്തവണ RBI പൂട്ടിയത്. ഇറക്കുമതിക്കാരും കയറ്റുമതിക്കാരും ബാങ്കുകളും തങ്ങളുടെ പൊസിഷനുകൾ സുരക്ഷിതമാക്കാൻ നെട്ടോട്ടമോടിയതോടെ വിപണിയിൽ വലിയ ചലനങ്ങളുണ്ടായി. 92.83നും 93.66നും ഇടയിൽ അതിശക്തമായ ഉലച്ചിലുകൾ പ്രകടിപ്പിച്ച ശേഷമാണ് രൂപ നേട്ടത്തിലേക്ക് സ്ഥിരത കൈവരിച്ചത്. കറൻസി പ്രതിസന്ധിയുടെ വക്കിൽ നിന്ന് രാജ്യത്തിന് വലിയ ആശ്വാസം നൽകുന്നതാണ് ഈ തിരിച്ചുവരവ്. വിദേശ വിപണിയിൽ ഡോളർ പൂഴ്ത്തിവെച്ചവർക്കും രൂപ താഴുമെന്ന് ബെറ്റിവെച്ചവർക്കും കോടികളുടെ നഷ്ടമാണ് ഈ നീക്കത്തിലൂടെ സംഭവിച്ചിരിക്കുന്നത്. അതേസമയം ഇറാൻ അമേരിക്ക സംഘർഷം ആഗോള വിപണിയെ പിടിച്ചുലയ്ക്കുമ്പോൾ ഇന്ത്യൻ രൂപയെ തകർക്കാൻ ശ്രമിച്ച രാജ്യാന്തര സ്പെക്കുലേറ്റർമാരെ പൂട്ടാൻ റിസർവ് ബാങ്കും രംഗത്തിറങ്ങി. 2026 തുടക്കം മുതൽ ഇതുവരെ ഡോളറിനെതിരെ 3.48% മൂല്യത്തകർച്ചയാണ് രൂപ നേരിട്ടത്. എന്നാൽ ബുധനാഴ്ച RBI നടപ്പിലാക്കിയ കർശന നിയന്ത്രണങ്ങൾ വിപണിയിൽ വൻ ചലനമുണ്ടാക്കി. ബാങ്കുകളുടെ കറൻസി പൊസിഷനുകൾ $100 ദശലക്ഷം RBI പരിമിതപ്പെടുത്തി. ഏപ്രിൽ 10-നകം ഇത് നടപ്പിലാക്കണമെന്നാണ് കർശന നിർദ്ദേശം. രൂപയുടെ മൂല്യത്തിൽ ഊഹക്കച്ചവടം നടത്താൻ സഹായിക്കുന്ന നോൺ ഡെലിവറബിൾ ഫോർവേഡ് കരാറുകൾ നൽകുന്നതിൽ നിന്നും ബാങ്കുകളെ വിലക്കി. ഇന്ത്യയിലുള്ളവർക്കും വിദേശത്തുള്ളവർക്കും ഇത് ബാധകമാണ്. കയറ്റുമതി ഇറക്കുമതി ആവശ്യങ്ങൾക്കായി ഫോറക്സ് കരാറുകൾ നൽകാമെങ്കിലും വിദേശ വിപണികളിലെ പൊസിഷനുകൾ ഉപയോഗിച്ചത് ലാഭകരമാക്കാൻ ഇനി സാധിക്കില്ല. ഇന്ത്യയിൽ പ്രതിദിനം $72 ബില്യൺ ഇടപാട് നടക്കുന്നുണ്ട്. വിദേശത്താകട്ടെ പ്രതിദിനം $149 ബില്യൺ. ഇന്ത്യക്ക് പുറത്തുള്ള ഈ വമ്പൻ ചൂതാട്ടം രൂപയുടെ മൂല്യത്തെ അസ്ഥിരപ്പെടുത്തുമെന്ന് കണ്ടാണ് RBI കടുത്ത നടപടി സ്വീകരിച്ചത്. ഇതോടെ യുദ്ധത്തിന്റെ മറവിൽ രൂപയെ തകർത്ത് പണം കൊയ്യാൻ നോക്കിയ വമ്പൻ സ്രാവുകൾ വെട്ടിലായിരിക്കുകയാണ്. വ്യാഴാഴ്ച വിപണി തുറന്നതോടെ അതുവരെ ഡോളർ കരുതി വെച്ചിരുന്ന ബാങ്കുകൾ കൂട്ടത്തോടെ വിറ്റഴിക്കാൻ നിർബന്ധിതരായി. നോൺ ഡെലിവറബിൾ ഫോർവേഡ് മാർക്കറ്റിൽ RBI പൂട്ടുവീഴ്ത്തിയതോടെയാണ് ഈ നാടകീയ നീക്കങ്ങൾ അരങ്ങേറിയത്. വിദേശത്തെ കറൻസി ചൂതാട്ടം നിലച്ചതോടെ യഥാർത്ഥ ആവശ്യക്കാർ ഇന്ത്യൻ വിപണിയിലേക്ക് തന്നെ മടങ്ങിയെത്തി. ഇതോടെ ആഭ്യന്തര വിപണിയിൽ ഡോളറിനായി വൻ തിരക്ക് അനുഭവപ്പെട്ടു. വരും മാസങ്ങളിൽ ഡോളർ ബുക്ക് ചെയ്യാനുള്ള ചെലവ് കുത്തനെ ഉയർന്നു. ഒരു മാസത്തെ ഫോർവേഡ് പ്രീമിയം 3.73% നിന്നും 5.4% കുതിച്ചു. 4 മാസം വരെയുള്ള കരാറുകളിലും 1% വർധനവുണ്ടായി. ചുരുക്കത്തിൽ യുദ്ധത്തിന്റെ പേരിൽ ഡോളർ പൂഴ്ത്തിവെച്ച് ലാഭമുണ്ടാക്കാൻ നോക്കിയവർക്കിനി ഇന്ത്യൻ വിപണിയിൽ നിന്നും രക്ഷപ്പെടുക എളുപ്പവുമല്ല.